നമസ്കാരം സുഹൃത്തുക്കളെ. റഷ്യയും അമേരിക്കയും കൂടി റിയാദിൽ വെച്ച് സമാധാന ചർച്ച നടത്തിയിരിക്കുകയാണ്. എങ്ങനെ ഉക്രൈൻ റഷ്യൻ ഈ പറയുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ പറ്റി ചർച്ച വിജയകരമായി ഇന്ന് അമേരിക്കയും റഷ്യയും അവകാശപ്പെടുന്നു. നമ്മൾ കാര്യം ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അതായത് ഈ ഉക്രൈൻ ഇതിൻ്റെ ഒരു ഭാഗമേ അല്ല. ഈ ശരിക്കും പറഞ്ഞ യുദ്ധം അമേരിക്കയും റഷ്യയും എന്ന പോലെ കഴിഞ്ഞിരിക്കുകയാണ്. സെലൻസ്കി എന്ന് പറയുന്ന ഈ പറഞ്ഞ യുക്രൈൻ്റെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ അവൻ 4 മാസം മുമ്പ് വരെ ആരോടും സംസാരിക്കാൻ തയ്യാറില്ലായിരുന്നു. ഒരു ഇരട്ട മുകളുള്ള ഒരു ക്രൂരനായ വ്യക്തിയാണ് ഈ പറഞ്ഞ സെലൻസ്കി. അവൻ്റെ പിതാവ് എന്ന് പറയുന്ന അമേരിക്കയിൽ ഇരിക്കുന്ന ബൈഡൻ, അവൻ ചോദിച്ചെന്തും കൊടുക്കുമായിരുന്നു. അമേരിക്കയിൽ വൈറ്റ് ഹൗസിൽ കൊണ്ടുപോകുന്നു, വിരുന്ന് കൊടുക്കുന്നു, പണം ആവശ്യപ്പെടുമ്പോൾ പണം കൊടുക്കുന്നു, ടാങ്ക് വേണമെന്ന് പറയുമ്പോൾ ടാങ്ക് കൊടുക്കുന്നു, ജാവലിൻ കൊടുക്കുന്നു, പിന്നെ വെടിക്കോപ്പ് കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. ഈ യുദ്ധം ഒരുപക്ഷെ ഈ പറയുന്ന ഉക്രൈനിലെ ഏറ്റവും അവസാനത്തെ യുവാവ് മരിച്ചു വീഴുന്നു പറയാം. യുദ്ധം അങ്ങനെ പോയേനെ, സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട്. കാരണം എല്ലാം മാറി, പെട്ടെന്ന് മാറി. അമേരിക്കയിൽ ഭരണം മാറി, സ്റ്റേറ്റ് ഓഫ് ഹെഡ് മാറി. ട്രംപ് വന്നിരുന്നു. ട്രംപ് ഫസ്റ്റ് ന്യൂസ് തന്നെ പറഞ്ഞു, ഈ വാറ് ഒരു കാരണവശാലും ആരംഭിക്കാൻ പാടില്ലായിരുന്നു. ഫണ്ട് നിർത്തലാക്കി ട്രംപ് നേരിട്ട് സംസാരമായി. ഇന്നലെ മീറ്റിംഗ് നടന്നു. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, യുദ്ധം ട്രംപും പുടിനും അവസാനിക്കുമോ? അവർ ദോസ്തി ബൈ ആയോ എന്നാണ് ചിന്തിക്കാൻ പോകുന്നത്. വെൽക്കം ടു മൈ ടോക്ക് ഷോ സുഹൃത്തുക്കളെ. 18-ാം തീയതി റിയാദിൽ നടന്ന മീറ്റിംഗിൽ വളരെ പ്രമുഖമായിട്ടുള്ള നേതാക്കന്മാരാണ് അമേരിക്കയിലും റഷ്യയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രമുഖം എന്ന് പറയുന്നത് സ്റ്റീവ് വിൽക്കോഫ്, അതായത് ട്രംപിൻ്റെ മിഡിൽ ഈസ്റ്റിലെ ഉപദേഷ്ടാവാണ്. ജൂതനാണ്. ട്രംപിന് വലം കൈയാണ്. കാരണം ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് എല്ലാ കാര്യങ്ങളും ട്രംപ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത് വന്നിരിക്കുന്ന മാർക്കോ റുബിയോ, ഇവിടുത്തെ സ്റ്റേറ്റ് ഓഫ് സെക്രട്ടറി, ജയശങ്കർ പോലെ വിദേശകാര്യ നയങ്ങളുടെ കൈകാര്യം ചെയ്യുന്നത്. മൂന്നാമത് അമേരിക്കയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന മൈക്ക് വാൾസ്, ഇവിടുത്തെ NS അഡ്വൈസർ. നമ്മുടെ നാട്ടിലെ അജിത് ദോവൽ പോലെ തന്നെ ഇവിടെ NS അഡ്വൈസർ. 3 പ്രമുഖമായിട്ട് വ്യക്തികളാണ് ട്രംപ് അയച്ചിരിക്കുന്നത്. ഇതൊരു തമാശയ്ക്കല്ല. റഷ്യയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത് സെർജിയോ ലാവ്റോ എന്ന് പറയുന്ന വിദേശകാര്യമന്ത്രി, വളരെ മിടുമിടുക്കനാണ്. പിന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം എന്ന് പറയുന്നത് യൂഷ്കോ യൂറി എന്ന് പറയുന്നത് ഈ പറയുന്ന പുട്ടിൻ്റെ വലം കൈയാണ്. കാരണം അദ്ദേഹത്തെ പറ്റി അധികം മീഡിയക്കൊന്നും അറിയില്ല. വളരെ അന്തർമുഖനാണ്. മീഡിയയിൽ ബൈറ്റ്സ് കൊടുക്കാറില്ല ദോവൽ സാറിനെ പോലെ. അതുകൊണ്ട് യൂഷ്കോ യൂറിയും ഈ പറയുന്ന അവരുടെ വിദേശകാര്യമന്ത്രിയാണ് ഇവരുടെ ഭാഗത്ത് വന്നിരുന്നത്. പിന്നെ മുഹമ്മദ് ബിൻ സൽമാന്റെ ഭാഗത്ത് നിന്നുള്ള മന്ത്രിസഭയിൽ നിന്നുള്ള കുറച്ച് പേരും കുറച്ച് നേതാക്കന്മാരുമാണ് ഈ പറഞ്ഞ മീറ്റിംഗ്. ഇത് ഹൈ പ്രൊഫൈൽ മീറ്റിംഗ് ആണിത്. യുദ്ധം തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണക്കാരൻ യുക്രൈൻ തന്നെയാണ്. കാരണം യുക്രൈൻ്റെ നേറ്റോ മെമ്പറാവാന്നുള്ള അതിമോഹമാണ് ഈ പറയുന്ന യുക്രൈൻ റഷ്യ വാറിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം. നേറ്റോ എന്ന് പറയുന്നത് 30-32 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്, സൈനിക ശക്തിയാണ്. അവർ ആരെങ്കിലും ഒരാൾ ആക്രമിച്ചില്ല, ഏതെങ്കിലും രാജ്യം ഈ പറയുന്ന നേറ്റോ മെമ്പർ ആക്രമിച്ചില്ല, അവർ കൂട്ടമായി വന്ന് അവർ ആക്രമിക്കും. അവരുടെ നിയമമാണത്. അപ്പോൾ അതാണ് ഒരുപക്ഷെ ഈ നേറ്റോ റഷ്യ നോക്കുമ്പോൾ നേറ്റോ സ്വന്തം മുറ്റത്ത് വന്നിരിക്കുകയാണ്. അതായത് ഉക്രൈൻ ഭാഗമായി കഴിഞ്ഞാൽ അടുത്തത് റഷ്യയാണ്. പുടിനെ അറിയാം. കാരണം പുടിനെ ഈ യുദ്ധത്തിലേക്ക് ഡ്രാഗ് ചെയ്യായിരുന്നു ആരും നേറ്റോയും അതോടൊപ്പം തന്നെ യുക്രൈനും. കാരണം ഈ സഖ്യകക്ഷികൾ അങ്ങനെ ബേസിക്കലി ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ബൈഡനും കൂട്ടർക്കും പുടിനെ ബിസിയാക്കി വെക്കണം എവിടെയെങ്കിലും, ഏത് യുദ്ധത്തിൽ. അപ്പോൾ അങ്ങനെ അവർ ബിസിയാക്കി വെച്ചു. ആ സമയം കൊണ്ട് അവർ ഈ പറയുന്ന സിറിയയിൽ ഭരണമാറ്റം കൈവരിച്ചിരിക്കുകയാണ്. അസാദിനെ പുറത്താക്കി. അങ്ങനെ അമേരിക്കൻ അനുകൂല സംഘടനയാണ് അവിടെ അവരുടെ അധികാരത്തിൽ കയറ്റി. അപ്പോൾ ബേസിക്കലി അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പുടിനെ ബിസിയാക്കി വെക്കുക, അങ്ങനെ ലോകത്തെ ജിയോ പൊളിറ്റിക്സ് നേറ്റോ കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ അമേരിക്ക ഹാൻഡിൽ ചെയ്യുന്ന അമേരിക്കൻ നീക്കം. യുദ്ധം മുന്നോട്ട് പോവുകയാണ്. പക്ഷെ അമേരിക്കയുടെ ഈ പറഞ്ഞ കണക്കൂട്ടലുകൾ ഇവിടെ തെറ്റിച്ചിരിക്കുന്നത്, ഇവിടെ ഒരു അച്ചുതണ്ട് രൂപപ്പെടുകയാണ്. ചൈന, നോർത്ത് കൊറിയ, റഷ്യ, പിന്നെ പാകിസ്ഥാൻ. ഈ നോർത്ത് കൊറിയയും ചൈനയ്ക്കൊന്നും ശരിക്കും പറഞ്ഞാൽ യുദ്ധം റിയൽ ടൈം എക്സ്പീരിയൻസിൽ ഈ പറഞ്ഞ യുദ്ധത്തിൽ പങ്കെടുത്ത് നോർത്ത് കൊറിയയിൽ നിന്ന് 10,000, 15,000, 25,000 പട്ടാളക്കാർ റഷ്യയിൽ വന്നിരിക്കുകയാണ് യുദ്ധം ചെയ്യുന്നത്. അവരൊക്കെ കുറേ പേര് പിടിക്കപ്പെട്ടു, കുറേ പേര് മരണപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. കുറേ പേര് റഷ്യയിലല്ല ഉക്രൈനിൽ താമസമായെന്ന് പറയുന്നത്. കാരണം അവിടെയൊക്കെ ആണുങ്ങളില്ലല്ലോ. കാരണം എല്ലാവരും യുദ്ധത്തിൽ പോയി മരിച്ചുപോയി. അപ്പം ഈ പറയുന്ന നോർത്ത് കൊറിയൻ പട്ടാളക്കാർ അവിടെ താമസമായിക്കെന്ന് പറയുന്നത്. കാരണം ഈ പല യുക്രൈൻ പട്ടണങ്ങളിലും. അപ്പം ഈ ഒരു അച്ചുതണ്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് വലിയൊരു ഭീഷണി മാറിയിരിക്കുകയാണ്. അതും അമേരിക്കയുടെ വലിയൊരു കാരണമാണ് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ളത്. പിന്നെ ഒരു കാരണം പറയുന്നത്, ഈ പറയുന്ന ഇനിയൊരു വാർ വന്നു കഴിഞ്ഞാൽ, ഇനി ചൈന എങ്ങാനും തായ്വാൻ ആക്രമിച്ചാൽ അമേരിക്ക വല്ലാത്തൊരു പ്രതിസന്ധിയിലായി പോകും. കാരണം ഇനി അവരെ സഹായിക്കാൻ പണമില്ല, പിന്നെ വെടിക്കോപ്പും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ വാർ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് നമ്മുടെ ട്രംപിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അതാണ് ട്രംപ് ഇലക്ഷൻ സമയത്ത് അമേരിക്കൻസിന് കൊടുത്തൊരു വാഗ്ദാനമായിരുന്നു, ഞാൻ വരുന്ന ഫസ്റ്റ് ഡേ ഈ വാർ അവസാനിപ്പിക്കും, ഫ്രം day 1.
എനിവേ ഹി സ്റ്റാർട്ട് ദ പ്രോസസ്. ഇപ്പം സൗദിയിലെ റിറ്റ്സ് കാൾട്ടൺ എന്ന് പറയുന്ന ആഡംബര ഹോട്ടലിലായിരുന്നു ഇവർ 5 പേരും കണ്ടത്. അതിനുശേഷം പത്രങ്ങളെ ഫേസ് ചെയ്ത അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്ക് റൂബിയോ 4 കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ഈ പറയുന്ന മീറ്റിംഗിന്റെ ഔട്ട്കം. ഗോൾ എന്ന് പറയുന്നത്, മെയിൻ ഗോൾ അദ്ദേഹം പറഞ്ഞത് പുടിനും ട്രംപും സംസാരിച്ചു ഫോണിൽ കൂടെ. അവരുടെ ഫോൺ സംഭാഷണത്തെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുക നയം എന്ന് പറയുന്നത്. കാരണം ജസ്റ്റ് ഫേസ് ടു ഫേസ് മീറ്റിംഗ്, അതിനാണ് അവർ 5 പേരും പരസ്പരം കണ്ടു. ഈ മീറ്റിംഗിൽ അവർ 4 കാര്യം അച്ചീവ് ചെയ്തു. അതായത് ഈ പറഞ്ഞ 5 പേരും ഇന്ന് കണ്ട അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും പിന്നെ റഷ്യയുടെ ഫോറിൻ മിനിസ്റ്ററും പിന്നെ ട്രംപിന് വിശ്വസനും ഇനിയും അവരെ എൻഗേജ് ചെയ്യുമെന്ന് പറഞ്ഞു അടുത്ത മീറ്റിങ്ങുകൾക്ക് വേണ്ടി. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഹൈ ലെവൽ ഒഫീഷ്യൽസിനെ അമേരിക്കയും കണ്ടെത്തും അതോടൊപ്പം തന്നെ റഷ്യയും കണ്ടെത്തും ടു എൻഗേജ് ടു നെക്സ്റ്റ് ലെവൽ കോൺവെർസേഷൻ. മൂന്നാമത്തെ കാരണം പറയുന്നത്, മൂന്നാമത്തെ ഒരു ഗോളായി അവർ പറയുന്നത് റഷ്യയുടെ സാങ്ഷൻസ് ഒരു പക്ഷേ അമേരിക്ക എക്കോണമിക് സാങ്ഷൻ. കാരണം റഷ്യ സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുകയാണ്. കാരണം റഷ്യയുടെ ക്രൂഡ് ഓയിൽ വാങ്ങാൻ ആളുകളില്ല, റഷ്യൻ റൂബിൾ തകർന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് റഷ്യനെ എക്കോണമിക്കലി ഹെൽപ്പ് ചെയ്യാനായിട്ട് സാങ്ഷൻസ് അമേരിക്ക ഇളവ് കൊടുക്കും. നാലാമത്തെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന അമേരിക്കയും റഷ്യയും നമ്മൾ ഡിപ്ലോമസി ആരംഭിക്കും. ഒരുപക്ഷെ എംബസിയിൽ പോലെ എംബസി ഓപ്പൺ ചെയ്യലോ അങ്ങനെ ഒരു എംബസി ഡിപ്ലോമസി അവർ ഓപ്പൺ ചെയ്യും. 4 മെയിൻ കാരണങ്ങളാണ് പറയുന്നത്. ഏതവേ ഒരു പെട്ടെന്നൊരു സൊല്യൂഷൻ, നാളെ മുതൽ ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിക്കുന്നല്ല പറയുന്നത്. സോ 3.5 വർഷമായിട്ട് പരസ്പരം കാണാത്ത ആളുകളാണ് ഈ പറയുന്ന റഷ്യയും യുക്രൈനും അമേരിക്കയും. സ്വിറ്റ്സർലാൻഡിൽ കഴിഞ്ഞ വർഷം ഒരു മീറ്റിംഗ് നടന്നു, റഷ്യനെ വിളിച്ചില്ല. അപ്പം ബേസിക്കലി 3.5 വർഷമായി കാണാത്ത പാർട്ടിയെ കൊണ്ടെത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ട്രംപിന്റെ വലിയൊരു വിജയമായി മാറിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ യുദ്ധം തീർക്കാൻ ഏറ്റവും അനുയോജ്യം അതോടൊപ്പം തന്നെ കെൽപ്പുള്ള വ്യക്തി ട്രംപ് മാത്രമാണ്. അദ്ദേഹം ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തിരിക്കുകയാണ്. നമുക്ക് അത് അഭിനന്ദിച്ചേ പറ്റൂ. കാരണം ഒരുപാട് ജീവനുകളാണ് തകർന്നു പോകുന്നത്. അതോടൊപ്പം തന്നെ യൂറോപ്പ് വല്ലാത്തൊരു കഷ്ടാവസ്ഥയിലാണ്. കാരണം യൂറോപ്പിൽ ഗ്യാസിന്റെ വില കൂടി, ഈ LNGയുടെ ഏറ്റവും വലിയ എക്സ്പോർട്ടറാണ് റഷ്യ. അപ്പോൾ അതുകൊണ്ട് യൂറോപ്പിലെ പല രാജ്യങ്ങളും റിസഷനിലാണ്. ജർമ്മനി റിസഷനിലേക്ക് പോകുന്നു, ഫ്രാൻസ് പോയി എന്നൊക്കെ പറയുന്നു. സോ ഏതൊക്കെ സാമ്പത്തികമായിട്ട് യൂറോപ്പിന്റെ അവസ്ഥ പരിതാപകരമാണ് ഈ പറയുന്ന യുദ്ധത്തിന് ശേഷം. ഹാസ് ടു എൻഡ്. അപ്പോൾ ഇതിൽ ഇനി എന്തായിത്തീരും അത് പക്ഷേ ഇതിൽ ആർക്കാരും കൂടുതൽ പരിക്ക് പറ്റാൻ സാധ്യത. ഇപ്പോഴത്തെ ട്രംപിന്റെ ഒരു ശരീരഭാഷ വെച്ചിട്ട് ഉക്രൈനായിരിക്കും ഏറ്റവും കൂടുതൽ വിട്ടുകൊടുക്കേണ്ടായി വരിക. കാരണം ട്രംപിനെ കടന്ന് ആക്രമിച്ചിരിക്കുകയാണ് സെലൻസ്കി. അദ്ദേഹം അവനെ ചതിയെന്നോ ഈ യുദ്ധം ഒരിക്കലും തുടങ്ങാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവനെ നിഷിദ്ധമായിട്ട് വിമർശിച്ചിരിക്കുകയാണ്. ട്രംപിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, ട്രംപ് അങ്ങനെയാണ്. അതായത് ഒരു മീറ്റിങ്ങിന് പോകുന്നതിന് മുമ്പ് ട്രംപ് കടന്നാക്രമിക്കും, അവരെ മാനസികമായിട്ട് അവരങ്ങനെ തകർക്കും. അപ്പം ട്രംപിന്റെ ആ ഒരു ഡീൽ അങ്ങനെ അവർ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. ട്രംപിന്റെ ശരീരഭാഷ അങ്ങനെയാണ്. ട്രംപ് ഇന്നലെ പണമൊക്കെ തിരികെ ചോദിച്ചു. ഇനി എന്താ പറയുന്നത്, ഉക്രൈൻ്റെ മിനറൽസ് തിരിച്ചു വേണം, ഞങ്ങൾ ഒരുപാട് പണം നഷ്ടമായി, ഞങ്ങളുടെ ഒരുപാട് വെടിക്കോപ്പ് നഷ്ടമായി. അങ്ങനെ സെലൻസ്കീനെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സെലൻസ്കി വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ. അതായിരിക്കും അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത് വേറെ ചോദ്യം എന്ന് പറയുന്നത്, ഒരുപാട് മീഡിയാസ് കവർ ചെയ്ത് പറയുന്നു ഉക്രൈനെ വിളിച്ചില്ല, യൂറോപ്പിനെ വിളിച്ചില്ല, ഇതെന്തൊരു മീറ്റിംഗ് ആണിത്. അതിന് മറുപടി അമേരിക്ക പറയുന്നത് ഇതൊരു ഫസ്റ്റ് ലെവൽ ഓഫ് മീറ്റിംഗ് ആണ്. ഹൈ ലെവൽ ഒരു വലിയൊരു മീറ്റിംഗോ അല്ലെങ്കിൽ ഇതൊരു തീരുമാനം കാണാൻ പോകുന്ന മീറ്റിംഗ് അല്ല. ഇത് ജസ്റ്റ് എ ഫസ്റ്റ് മീറ്റിംഗ്. ഈ ഒരു മീറ്റിംഗിൽ എല്ലാവരും വിളിക്കേണ്ട ആവശ്യകതയില്ല. നെക്സ്റ്റ് ഹൈ ലെവൽ മീറ്റിംഗുകളിൽ സെലൻസ്കി അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററെയും മാർക്കോ പിന്നെ ഫ്രഞ്ച് പ്രൈം മിനിസ്റ്ററെയൊക്കെ വിളിച്ച് അവർ ഇനിയും ഒരു വിപുലീകരിക്കും ഈ പറഞ്ഞ ചർച്ച. ഇതിലേക്ക് വിളിക്കേണ്ട ആവശ്യകത അവർ കണ്ടില്ല. കാരണം അതിനാവശ്യമൊന്നും തോന്നിയില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന ഉക്രൈനെ സൈഡ് ലൈൻ ചെയ്തു അല്ലെങ്കിൽ യുക്രൈൻ ഇല്ലാതെ സമാധാന കരാറെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നമുക്ക് അറിയാൻ തുടങ്ങുവാണ്. അതിലൊന്നും ഒരു അത്ഭുതവും നമുക്ക് കാണേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു പ്രൈമറി മീറ്റിംഗ് ആണ്. അടുത്ത് വരാൻ പോകുന്ന മീറ്റിംഗ് ഒരുപക്ഷെ അവരെ വിളിച്ച് അതിനുള്ള നടപടിയാണ് ഇപ്പോൾ ട്രംപ് തുടങ്ങിയിരിക്കുകയാണ്. കാരണം ഇവർ ഇപ്പോഴേ ആക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സെലൻസ്കിനെ. വരും ദിവസങ്ങളിൽ ട്രംപും പുടിനും കൂടി മീറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ പറഞ്ഞതിന് ശേഷം അവർ തമ്മിൽ ഒരുപക്ഷെ ഏതെങ്കിലും സൗദിയിൽ തന്നെയായിരിക്കും ഒരുപക്ഷെ അവർ കാണാൻ സാധ്യത കാണുന്നുണ്ട്. അതൊക്കെ വലിയൊരു ചരിത്രമാണ്. കാരണം ഈ ഒരു വലിയൊരു വാറിനെ ട്രംപ് ഇടപെട്ട് അവസാനിപ്പിക്കാൻ ശ്രമിച്ചാൽ അതൊരു പക്ഷേ ട്രംപിന്റെ ഈ പറയുന്ന കരിയറിൽ ഈ പറയുന്ന പ്രസിഡന്റ്ഷിപ്പിൽ വലിയൊരു പൊൻതൂവലായി മാറും ഒരുപക്ഷെ. അതോടൊപ്പം തന്നെ ഈ യുദ്ധം അവസാനിക്കട്ടെ. കൂട്ടുകാരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ യുദ്ധം എന്തുകൊണ്ട് തീരണം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ കൊടുക്കുക. അടുത്ത ദിവസം വേറെ വാർത്തയും വരുന്നതായിരിക്കും. നല്ലൊരു ദിവസം.